ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റിന് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ന്യായമായി എല്ലാവർക്കും പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറാൻ തക്ക ഒരു നല്ല ദിവസമായിരുന്നു. ക്ലിയറായിട്ട് എല്ലായിടത്തും ക്ലിയറായിട്ട് നമുക്ക് ട്രേഡ് എടുക്കാനുള്ള ഇൻഡിക്കേഷൻസ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ട്രേഡ് എടുക്കാനുള്ള നമ്മുടെ സെറ്റപ്പ് എല്ലാം ക്ലിയറായി വന്ന ദിവസമായിരുന്നു ഇന്ന്, അല്ലേ? ആദ്യം നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായി. അതിനുശേഷം എന്ത് ചെയ്തു? മാർക്കറ്റ് നമ്മളുടെ വരുതിക്ക് തന്നെ വന്നു. നമ്മൾ വിചാരിച്ച പോലെ തന്നെ മാർക്കറ്റ്, കാരണം കൃത്യമായി സപ്പോർട്ടുകളിൽ, റെസിസ്റ്റൻസുകളിൽ നിങ്ങൾക്ക് ന്യായമായി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള അവസരം 2, 3, 4 പ്രാവശ്യം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നതാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഞാൻ ഗ്രൂപ്പിൽ അത് ചോദിച്ചു കഴിഞ്ഞപ്പം എല്ലാവരും അതിന് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് എല്ലാവരും പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ എന്നും ഇങ്ങനെ നിങ്ങളോട് പറയുമ്പോൾ മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്യും. പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ആ സ്ഥിരമായിട്ട് കുറേ ആൾക്കാർ മാത്രം, സ്ഥിരമായിട്ട് എന്നെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, അവർ മാത്രം കമൻറ്റ് ചെയ്യും സ്ഥിരമായിട്ട്. അല്ലാതെ ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ അന്നത്തെ ദിവസം മാത്രം നിങ്ങൾ കുറേ നേരം കമൻറ്റ് ചെയ്യും. അങ്ങനെയല്ല. നിങ്ങൾ ഞാൻ ഈ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കാരണം ഈ നമ്മുടെ ഈ ചാനൽ വളരേണ്ടത് എന്നെപ്പോലെ തന്നെ നിങ്ങളുടെ ആവശ്യം, അല്ലേ? ഞാൻ വളരുവാണ്, നിങ്ങളും വളരും, അല്ലേ? നിങ്ങൾ വളരുമ്പോൾ ആണ് എനിക്ക് ഒരു ആത്മസംതൃപ്തി. നിങ്ങൾ അത്രയും മാത്രം ചിന്തിച്ചാൽ മതി, വേറെ ഒന്നും ചിന്തിക്കണ്ട. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നമ്മുടെ ഈ ജെയിൻ സ്ട്രീറ്റിനെ പറ്റി ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പം ധാരാളം വീഡിയോകൾ യൂട്യൂബിൽ നമ്മൾ വീഡിയോ ചെയ്തതിന് ശേഷം കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൽ പല വീഡിയോകളും കണ്ടു നോക്കി, എന്താ നമ്മൾ പറഞ്ഞത് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും സംഭവം ഉണ്ടോ എന്ന്. ഒരു വ്യത്യസ്തവും ഇല്ല, ഇത്ര കൃത്യമായിട്ട് അല്ല, ഇത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷേങ്കിൽ അതിനൊക്കെ കിട്ടിയിരിക്കുന്ന വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 33K ഒക്കെയാണ്. 33,000, 34,000, 25,000K ഒക്കെയാണ് അതിന്. എനിക്കത് കേട്ട് നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലായില്ലേ? അപ്പം ആ സ്ഥാനത്ത് ഇത്ര ക്ലിയറായിട്ട്, ഇത്ര കാര്യമായിട്ട് നിങ്ങൾക്ക് ഞാൻ ഈ ഓരോ കാര്യങ്ങളും മാർക്കറ്റിലെ പറഞ്ഞു തരുമ്പം നിങ്ങൾ അതിനോട് ഒരു അല്പം എങ്കിലും ഒരു നീതി പുലർത്തണമെന്ന് ചെറിയൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുകയും കാരണം കമൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ, ലൈക്കോ കമൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് യൂട്യൂബ്, ഇത് നിങ്ങൾക്കറിയാവുന്ന, ഞാൻ എപ്പോഴും പറയേണ്ട കാര്യമില്ലല്ലോ, ഇത് യൂട്യൂബ് അവർ സർക്കുലേറ്റ് ചെയ്യത്തുള്ളൂ, അല്ലേ? അവർ അൽഗോരിതം വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അൽഗോരിതം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇൻട്രാക്ഷൻസ് കൂടുതൽ വേണം. അപ്പോൾ അങ്ങനെ ഇൻട്രാക്ഷൻസ് ഉണ്ടെങ്കിലേ നമ്മുടെ ചാനൽ വളരത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലാണ്, എൻ്റെ കയ്യിലല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പം എനിക്ക് ഇത്ര വരുമാനം ഞാൻ നിങ്ങളെ കാണിച്ചു ക്ലിയറായിട്ട്, അല്ലേ? ഈ ഒരു വീഡിയോ കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് $2, അപ്പോൾ അതിന് വേണ്ടിയല്ല. ആ $2 വെച്ച് ഇത്ര 250 രൂപ പോലും തികച്ചില്ല. 18, 8, 16, 4, 20, 200 രൂപയാണ് ഒരെണ്ണം ചെയ്താൽ. അങ്ങനെ വരുമാനം നോക്കുവാണ് നമുക്ക് കിട്ടുന്നത്, ഇല്ലേ? പക്ഷേ അപ്പോൾ ഞാനത് ഉദ്ദേശിച്ചല്ല, മനസ്സിലായി? ഇപ്പം 10 പേര് എങ്ങനെയെങ്കിലും പഠിക്കണം, 10 പേരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നല്ല. നമ്മളിപ്പോൾ ഇത്രയും കടന്ന് കഷ്ടപ്പെടുന്നതുകൊണ്ടല്ലേ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തന്നെ നമുക്ക് ഒരു 55% മുകളിൽ നമുക്ക് ഒരു വിന്നിങ് പ്രോബബിലിറ്റി ഉണ്ടാക്കാൻ പറ്റിയത്, അല്ലേ? അപ്പോൾ നിങ്ങളത് അത്രയും കൂടെ ചിന്തിക്കുക. ഓക്കെ, എനിക്ക് അത്ര കൂടുതൽ പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല, നമുക്ക് മാർക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ സഹകരിക്കുക, എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നെന്ത് സംഭവിച്ച മാർക്കറ്റ്? എൻ്റെ പെൻസിൽ എടുത്തില്ല, ഒരു സെക്കൻഡ്. ഓക്കെ, ഇന്ന് സംഭവിച്ചത് മാർക്കറ്റിൽ രാവിലെ മാർക്കറ്റ് ചെറിയൊരു ഗ്യാപ്പ് ഡൗണിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, അല്ലേ? ഗ്യാപ്പ് ഡൗണിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഗ്യാപ്പ് ഡൗണിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇതായിരുന്നു ഓപ്പണിങ്, അല്ലേ? ഏതാണ്ട് 10-20 പോയിൻ്റ് എങ്ങാണ്ടാണ് ഗ്യാപ്പ് ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്, ഇല്ലേ? 20 പോയിൻ്റ്, അല്ലേ? അതിനുശേഷം മാർക്കറ്റ് ഒന്ന് താഴോട്ട് വരെ വന്നു. അതിനുശേഷം മുകളിൽ വന്ന് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇത് ഒരു റിജക്ഷൻ പോലെ കാണിച്ചു. ഓക്കെ, അവിടെ നിൽക്കുക, നമുക്ക് അവിടെ ട്രേഡ് ഇല്ല. ആദ്യത്തെ 5 മിനിറ്റ് നമുക്ക് ട്രേഡ് ഇല്ല, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? അതിന് ശേഷം സംഭവിക്കുക എന്താണതാണ്. ഇപ്പോൾ രണ്ടാമത്തെ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാലോ, രണ്ടാമത്തെ ക്യാൻഡിൽ ഒരു ക്ലിയർ നമ്മൾ വരച്ച 25,476 നമ്മുടെ തലേവര, ഇത് തലേവര, അതിപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ്, തലവര. ഓക്കെ, അപ്പോൾ 476 പോയി തട്ടി മാർക്കറ്റ് തിരിച്ച് താഴെ വന്ന് നല്ല സൂപ്പർ റിജക്ഷനായിട്ട് എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷനുണ്ട്. എന്താ കൺഫ്യൂഷൻ? ഇവിടുന്ന് താഴെ മാർക്കറ്റ് താഴോട്ട് നിന്നിട്ട് ഇവിടുന്ന് ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ റിജക്ഷൻ എടുത്ത് മാർക്കറ്റ് ഒരു അപ്സൈഡ് പോലെ കാണിച്ചു, ഇല്ലേ? മുകളിൽ നിന്ന് റിജക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ താഴെ 4 റിജക്ഷൻ വന്ന് ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ കാണിച്ചു. അടുത്ത ക്യാൻഡിൽ മോളിൽ പോയിട്ട് നേരെ തിരിച്ച് വന്ന് മോളിൽ നിന്ന് താഴോട്ട് റിജക്ഷൻ കാണിച്ചു, ഇല്ലേ? അപ്പോൾ ഇവിടെ ഓൾറെഡി കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കൺഫ്യൂസ്ഡ് സ്റ്റേജിൽ ഒന്നുകിൽ നിങ്ങൾ ട്രേഡ് എടുക്കാതിരിക്കുക.
നിങ്ങൾ ട്രേഡ് എടുക്കരുത്. കാരണം കൺഫ്യൂഷനാണ്. ഇവിടുന്ന് മേലോട്ട് പോകുമോ താഴോട്ട് പോകുമോ, എന്താ അവിടെ ഒരു അൺസർട്ടനിറ്റിയാണ് ഇല്ലേ, നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ നിങ്ങൾ ട്രേഡ് എടുക്കാതിരിക്കുക, മാറി നിൽക്കുക. ഇല്ല ഇനി ട്രേഡ് എടുത്തേ ഒക്കത്തുള്ളൂ, ഞാൻ റിസ്കി ട്രേഡറാണ്, ഞാൻ തയ്യാറാണെന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ടോപ്പ് ഇല്ലേ, ഇതിൻ്റെ വിക്ക് ഞാൻ പറഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യമാണ്. വിക്ക് എസ് എൽ വെച്ചിട്ട് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നു ഇല്ലേ. അതിനുശേഷം മാർക്കറ്റ് നേരെ തിരിച്ചുപോയി ഒരു ഗ്രീൻ ക്യാൻഡിൽ വീണു, അടുത്തത് വീണ്ടും ഒരു ഗ്രീൻ ക്യാൻഡിൽ വീണു. പക്ഷേ ഇതിൻ്റെ ക്ലോസിങ് നോക്കിയേ, ക്ലോസിങ് ഈ വീക്കിന് താഴെയാണ്. ദാറ്റ് മീൻസ് എൻ്റെ എസ് എൽ അടിച്ചിട്ടില്ല. ഞാൻ ഈ ട്രേഡ് എടുത്തായിരുന്നു, നിങ്ങളോട് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞു ഞാനും ഈ ട്രേഡ് എടുത്തിട്ടുണ്ട്. ഒരു പക്ഷേ എസ് എൽ അടിക്കുകയാണെങ്കിൽ എസ് എൽ കൊടുക്കും. പക്ഷേ സിസ്റ്റത്തിൽ നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്ത് എസ് എല്ലിൽ 10-15 പോയിൻ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും അടിച്ചിട്ടുണ്ട്. അല്ല നമ്മൾ കണ്ണുകൊണ്ട് എസ് എൽ അല്ലെങ്കിൽ നമ്മൾ ലെവൽസിൽ നമ്മൾ എസ് എൽ നോക്കുവാണെങ്കിൽ ആ എസ് എൽ അടിച്ചിട്ടില്ല. കാരണം എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് CLBS എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസിംഗ് ബേസിസ്. എപ്പോഴും എൻ്റെ എസ് എൽ എപ്പോഴും ക്ലോസിംഗ് ബേസിസിലായിരിക്കും. ഞാൻ അതിൻ്റെ റിസ്ക് എടുക്കാൻ തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്തില്ല, ഇത് അടിച്ചിട്ടില്ല അല്ലേ. അതിനുശേഷം മാർക്കറ്റ് നേരെ നല്ലൊരു ബെയറിഷ് ക്യാൻഡിൽ വന്നു, പിന്നെ റീടെസ്റ്റ് പോലെ ചെയ്തു, എന്നിട്ട് നേരെ മാർക്കറ്റ് നേരെ താഴെ വന്നൊരു ഇത് ഹൈ ക്രിയേറ്റ് ചെയ്തു. അപ്പം ഇവിടെ ഇത് ഈ ക്യാൻഡിൽ കയറിയവർക്ക് ഒരു കോസ്റ്റ് അല്ല ചെറിയൊരു ലാഭം ഇവിടെ. പക്ഷേങ്കിൽ ഇവിടെ കയറിയവർക്ക് ഈ റിജക്ഷൻ ക്യാൻഡിൽ കയറിയവർക്ക് എന്താണ്, ഈ റിജക്ഷൻ ക്യാൻഡിലും ഇതും കൂടെ കമ്പൈൻ ചെയ്ത് വായിച്ച്, ഇതൊക്കെ നമ്മൾ ഓരോ ദിവസം കഴിയുന്തോറും ഇങ്ങനെയൊക്കെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇല്ലേ. നമുക്ക് എന്തുകൂടെ ക്ലിയർ ആയിട്ട് കാണിക്കുക. ഈ ഒരു റിജക്ഷൻ ക്യാൻഡിലും കൂടെ കമ്പൈൻ ചെയ്ത് റീഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ ട്രേഡ് എടുത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഒരു ന്യായമായിട്ടുള്ള 15 പോയിൻറ്റ് 20 പോയിൻറ്റ് ഞാനത് സ്ക്രീൻഷോട്ട് നിങ്ങളെ കാണിച്ചു ഇല്ലേ. ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ ട്രേഡ് എടുത്തു, ഈ റിജക്ഷനിൽ ഞാൻ ട്രേഡ് എടുത്തു. അതിനുശേഷം മാർക്കറ്റ് ഇവിടെ തിരിച്ചു ഇവിടെ ഞാൻ ഒരു ലോട്ടോടെ ആവറേജ് ചെയ്തു ഇല്ലേ. അതിനുശേഷം മാന്യമായ പ്രോഫിറ്റിൽ ഞാൻ ഇവിടെ ഇറങ്ങി. ഓക്കെ, അപ്പം അതാണ് അങ്ങനെ ഒരു ലോ ക്രിയേറ്റ് ചെയ്ത ശേഷം മാർക്കറ്റ് വീണ്ടും മുകളിൽ പോയി നമ്മളുടെ റെസിസ്റ്റൻസിൽ അപ്പോൾ 25,476 തലവരയിൽ വീണ്ടും വന്ന് അവിടെ സൂപ്പർ റിജക്ഷൻ. ഇത് ക്ലിയറാണ്, വെരി ക്ലിയറാണിത് ഇല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ മാന്യമായിട്ടുള്ള പ്രോഫിറ്റ്, മാന്യമായിട്ടുള്ള 10 അല്ല 15 പോയിൻറ്റ് മാന്യമായിട്ടുള്ള പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടി. അതിനുശേഷം വീണ്ടും താഴെ വന്നു അടുത്ത റിജക്ഷൻ. ഈ ക്യാൻഡിലിൻ്റെ നമ്മൾ ഇവിടെ അപ്പോൾ തന്നെ ഞാൻ ലൈൻ വരച്ചു വിട്ടിരുന്നു ഇല്ലേ. വീണ്ടും ക്ലിയർ ആയിട്ട് ഇവിടുന്ന് റിജക്ഷൻ ഇല്ലേ. അതിനുശേഷം മാർക്കറ്റ് എസ് എൽ ഇത് അപ്പോൾ നമ്മളിവിടെ ഈ ട്രേഡ് എടുക്കുമ്പോൾ എസ് എൽ എവിടെയാണ്, ഇതിന് താഴെ ആയിരിക്കും എസ് എൽ. വെരി സിമ്പിളാണ്, ഇതിന് താഴെ ആയിരിക്കും നമ്മുടെ എസ് എൽ. ഒരിക്കലും ഈ വിൽക്കാനില്ല, കാരണം എന്താ സപ്പോർട്ട് ലൈൻ കൂടെ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ താഴെ ആയിരിക്കും എസ് എൽ. അതിനുശേഷം വന്നു മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്ത് മുകളിലോട്ട് പോയി ന്യായമായിട്ട് നിങ്ങൾക്ക് 10 പോയിൻറ്റോ 15 പോയിൻറ്റോ നിങ്ങൾക്ക് ന്യായമായിട്ട് 1, 2, 3 പ്രാവശ്യം എടുക്കാനുള്ള അവസരം ധാരാളം ഉണ്ടായിരുന്നു. നിങ്ങൾ എത്ര പേര് ആ ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ചു എന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. ആ കൃത്യമായ അവസരങ്ങളിൽ മാത്രം നിങ്ങൾ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് 1, 2, 3 ഓപ്പർച്യൂണിറ്റി അല്ലെ 4 ഓപ്പർച്യൂണിറ്റി കൃത്യമായിട്ടുണ്ട്. സ്കാൽപ്പ് ചെയ്യുന്നവർക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ, എങ്ങനെ നിങ്ങൾ നിങ്ങളുടെ യുക്തിപൂർവ്വം ബുദ്ധിപൂർവ്വം നിങ്ങൾ മാർക്കറ്റിനെ എങ്ങനെ മനസ്സിലാക്കുന്നു പഠിക്കുന്നു എന്നതിന് അടിസ്ഥാനമാക്കിയായിരിക്കും നിങ്ങളുടെ പ്രോഫിറ്റിൻ്റെ പ്രോബബിലിറ്റി. ഓക്കെ, അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. അതിനുശേഷം ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ പറയുന്നത്, നിങ്ങൾ ഈ ട്രേഡ് ചെയ്യുന്നവർ നിങ്ങൾ HDFC ബാങ്കിനെ കൂടെ നോക്കണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു ഇല്ലേ. HDFC ബാങ്കിനെ കൂടെ നോക്കണം. HDFC നോക്കി ഞാൻ പറഞ്ഞതിൽ നിങ്ങൾ കണ്ടോ, HDFC ബാങ്കിന് ഞാൻ ഇടയ്ക്കാണ് സ്ക്രീൻഷോട്ട് ഇട്ടായിരുന്നു. താഴെ കിടന്ന് മെഴുകുമായിരുന്നു ഇല്ലേ. താഴെ കിടന്ന് വളരെ ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആയിരുന്നു മാർക്കറ്റ്. ഞാൻ പറഞ്ഞു 1993 എന്ന് പറയുന്നത്, ഈ 1993 എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ് ബാങ്ക് നിഫ്റ്റിക്കും ഈ HDFCക്കും. ഇതിൻ്റെ ഈ 1993 സസ്റ്റെയിൻ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ മാർക്ക് താഴോട്ട് വരും എന്നൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു ഇല്ലേ. മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റ്സ് ആണെങ്കിലും 2000 സൈക്കോളജിക്കൽ സപ്പോർട്ട് ഇത് ക്രോസ് ചെയ്തെങ്കിൽ മാത്രമേ ഒരു ബുള്ളിഷ് HDFCക്ക് ഉള്ളൂ എന്ന് ഞാനൊക്കെ പറഞ്ഞത്. ഇവിടെ HDFC രാവിലെ മുതൽ താഴെ കടന്ന് എഴഞ്ഞ് ഒരു പരുവത്തിൽ നിൽക്കുകയാണ്. ഏതെങ്കിലും കാരണവശാൽ നാളെയോ മറ്റന്നാളോ കാണാം ഇത് ഈ 1980 ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്നാൽ ഫർദർ ഫോൾ കാണും. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ബാങ്ക് നിഫ്റ്റി നമ്മൾ കാണും. ICICI അതുപോലെ തന്നെ ആയിരുന്നു, ICICI ബാങ്കും അതുപോലെ തന്നെ ആയിരുന്നു ഇല്ലേ. ICICI ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വരച്ച വരയിൽ തന്നെ വന്ന് സപ്പോർട്ട് എടുത്ത് ഇങ്ങനെ നോക്കിക്കേ, നമ്മൾ വരച്ച വരയിൽ തന്നെ വന്ന് ഇങ്ങനെ വന്ന് കളിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിന് താഴെ നൽകുന്നിടത്തോളം കാലം മാർക്കറ്റ് നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ്. ഇതിന് മുകളിൽ ക്രോസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ ICICI ബാങ്ക് ഒരു അപ്സൈഡ് പറയാൻ പറ്റത്തുള്ളൂ. അത് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ക്രോസ് ചെയ്യണം. ഓക്കെ, ഈ 2 കാര്യം മാത്രമേ ഉള്ളൂ ബാങ്ക് നിഫ്റ്റിയിൽ. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് നോക്കാം
എന്താ സംഭവിച്ചത്? ബാങ്ക് നിഫ്റ്റിയിൽ എന്താ ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റായിരുന്നു ഇല്ലേ? നമ്മൾ വരച്ച വരയിൽ തന്നെ കടന്ന് ആടിക്കളിക്കായിരുന്നു. ഒന്നും പറയാനില്ല. അതാ നമ്മൾ വരച്ച വരയിൽ തന്നെ കടന്ന് കൃത്യമായിട്ട് അവിടെ കടന്ന് ആടിക്കളിച്ച് ഇവിടെ തന്നെ വന്നിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ആണെങ്കിൽ ചെറിയൊരു പരിപാടിയുണ്ട്. ഇവിടെ നമുക്ക് ആ ലൈന് നമ്മൾ താഴെ അപ്പുറത്തെ കാര്യം പറഞ്ഞില്ല, നമ്മൾ നിഫ്റ്റിയുടെ കാര്യം മൊത്തം കംപ്ലീറ്റ് ചെയ്തില്ല. സോറി, അതിനിടെ നമുക്ക് ചാടിക്കറിഞ്ഞ് പോലും. അപ്പം ഇവിടെ മാറ്റങ്ങളൊന്നുമില്ല, നമുക്ക് വരയ്ക്കാനൊന്നുമില്ല. നമ്മൾ വെറുതെ ചുമ്മാ ആവശ്യമില്ല വരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ലേ? ഇവിടെ എല്ലാം ക്ലിയറാണ്, ഒരു മാറ്റങ്ങളും ഇല്ല. ഇതെല്ലാം ഇതുപോലെ തന്നെ കിടക്കും. മാർക്കറ്റ് ഇതിനകത്ത് ഓപ്പൺ ചെയ്താൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കുക, ആ വഴിക്ക് നമ്മൾ ട്രേഡ് നോക്കുന്നു. ഓക്കെ, അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരെ എത്തുന്നത് നോക്കുക, 25,350. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് അടിവാരം എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അത്രേ ഉള്ളൂ നിഫ്റ്റിയുടെ കാര്യം. ഓക്കെ, ഞാൻ മുമ്പേ പറയാൻ വിട്ടുപോയി. അപ്പോൾ ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റേഞ്ചിനകത്ത് കടന്ന് ഇങ്ങനെ കളിക്കണം. അപ്പോൾ ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യണം, ഒന്നുകിൽ മേലോട്ട് അല്ലെങ്കിൽ താഴോട്ട്. പക്ഷേ ഇവിടെ നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ഈ ഒരു ലൈൻ കുറച്ച് മേലോട്ട് ഇങ്ങനെ കയറ്റി വേണം. എന്താ കാര്യം അറിയാമോ? ഞാൻ ചുമ്മാ വരച്ചതല്ല, എന്നിട്ട് പുറകോട്ട് നോക്കി നമുക്ക് മനസ്സിലാവും. 1 2 3 ഇത് ഇവിടെ ഒന്നുണ്ട്, പിന്നെയും പുറകോട്ട് ഇത് കണ്ടോ, ഇവിടെയൊക്കെ സപ്പോർട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ലൈന് അഡ്ജസ്റ്റ് ചെയ്തത്. ഈ ലൈന് നമ്മൾ കുറച്ചൊന്ന് മേലോട്ട് കയറ്റി വെക്കും. ഈ ലൈനോട് നമ്മൾ കുറച്ച് ഈ സപ്പോർട്ടിലോട്ടൊന്ന് കയറ്റി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ബാങ്ക് നിഫ്റ്റിയിൽ ഇത്ര മാത്രമേ ഉള്ളൂ. നാളെ വീണ്ടും നിങ്ങൾ HDFC നോക്കുക. HDFCയുടെ ഗമനം പോലിരിക്കും നമ്മളുടെ ബാങ്ക് നിഫ്റ്റിയുടെ പോക്ക്. ഓക്കെ, അപ്പം അടുത്തത് എന്താണ്? നമ്മുടെ മിഡ് ക്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ആശാൻ അവിടെ കടന്ന് ഈ പറഞ്ഞ പോലെ എഴയുക. മുകളിലോട്ട് പോയി നമ്മുടെ ലൈൻ സപ്പോർട്ട് റെസൻസ് എടുത്തു, നേരെ തിരിച്ച് താഴോട്ട് വന്നു, ഏകദേശം നമ്മുടെ റേഞ്ചിലെത്തി, പിന്നെ ഇവിടെ കിടന്ന് ആടിക്കളിക്കുകയാണ്. ഒരു രക്ഷയുമില്ല, നമുക്കൊന്നും ഇതിനകത്ത് പ്രത്യേകിച്ച് ഇപ്പം പറഞ്ഞിട്ട് ഞാൻ നോക്കി പോലും ഇല്ല. ലോട്ട് സൈസ് കൂടുതലെന്ന് പറഞ്ഞിട്ട് 140 ആക്കുന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പം ഇതിനകത്ത് ട്രേഡ് ചെയ്യുന്നവർ നോക്കി കൃത്യമായിട്ട് 359 ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയിരിക്കുക താഴോട്ട് പോകാൻ. മേലോട്ടാണെന്നുണ്ടെങ്കിൽ 468 മുകളിലോ അല്ല 468 എത്തുമ്പോൾ അവിടെ താഴോട്ടോ ഉള്ള ട്രേഡ് നോക്കുന്നതായിരിക്കും ബെറ്റർ മിഡ് ക്യാപ്പിനകത്തിൽ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ പറയാൻ. നമ്മളുടെ പ്രോഗ്രാം എല്ലാം വളരെ കാര്യങ്ങളൊക്കെ വളരെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആരെ നിർബന്ധിക്കുന്നില്ല, ആർക്കെങ്കിലും കോഴിക്കോട്ടോ പിന്നെ എറണാകുളത്തോ നിങ്ങൾക്ക് ഓപ്ഷൻ ബാങ്കിൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, അതിൽ കയറുക. അവിടെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അവിടെ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ വരയെപ്പറ്റി ഒരു ക്ലാസ് നമ്മൾ നടത്തുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അവിടെയൊക്കെ ജോയിൻ ചെയ്യാം. ആരെ നിർബന്ധിക്കുന്നില്ല. ഇതിനുവേണ്ടി പ്രധാനപ്പെട്ട ഞാൻ ആർക്കും ഒരു മെസ്സേജോ കോളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും വരത്തില്ല. താല്പര്യമുള്ളവർക്ക് ഇങ്ങോട്ട് വന്ന് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാം. അല്ലാതെ അങ്ങോട്ട് ആരെയും വിളിച്ച് അയ്യോ ഓടിവായോ കയറോ എന്ന് പറഞ്ഞ് അങ്ങനെ ആരെയും ക്ഷണിക്കുന്നതായിരിക്കത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, അപ്പോൾ ഈ വർഷത്തെ അവസാനത്തെ ഈ വർഷം ഇനി ഇങ്ങനെ ഒരു ഓഫ്ലൈൻ ക്ലാസ് കാണത്തില്ല. കാരണം ഇപ്പം ഈ 4ാമത്തെ പ്രാവശ്യമാണ് ഞാൻ വരുന്നത്. ഇപ്പം ഞാൻ വരുന്നത് വേറൊരു ആവശ്യം ഉള്ളതുകൊണ്ട് അതിൻ്റെ ബേസിലാണ് ഞാൻ വരുന്നത്. അപ്പം ആ സമയത്ത് ഇതങ്ങ് നടത്തുന്നത് മാത്രമേ ഉള്ളൂ. കാരണം ഇനി ഈ വർഷം ലീവില്ല. അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം. അപ്പോൾ ഈ വർഷം പിന്നെ അടുത്ത വർഷം നമുക്ക് നോക്കാം. അടുത്ത വർഷത്തെ കാര്യം അടുത്ത വർഷമല്ലേ. ഓക്കെ, അപ്പം എല്ലാവർക്കും നാളെ ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. ആരും ലൈക്കും കമൻറ്റും ഒന്നും മറക്കണ്ട. നിങ്ങളുടെ ആ ഒരു ശക്തി ഞാനൊന്ന് കാണട്ടെ എങ്ങനെയാണ്. ഓക്കെ, അപ്പം എല്ലാവർക്കും താങ്ക് യു ഓൾ.